അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മേക്കപ്പിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് മേക്കപ്പ് പ്രിപ്പറേഷൻസ്. അപ്പോൾ എല്ലാ മേക്കപ്പ് വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് മേക്കപ്പിന് മുന്നേ നമ്മൾ അങ്ങനെ ചെയ്യണം, മേക്കപ്പിന് മുന്നേ നമ്മൾ ഇങ്ങനെ ചെയ്യണം. കറക്റ്റായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മേക്കപ്പിന് മുന്നേ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലോലെസ് ബേസ് കിട്ടും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് മനസ്സിലാകും. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഹായ്, എൻ്റെ പേര് പാർവതി, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മേക്കപ്പിന് മുന്നേ എന്തിനാ സ്കിൻ പ്രെപ്പ് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു സ്കിന്നാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഡെഡ് സ്കിൻസിലൊക്കെ നിറഞ്ഞിട്ട് ഒരു പരുപരുത്ത ഒരു ടെക്സ്ചറാണ് നിങ്ങളുടെ സ്കിന്ന്. അതിൻ്റെ മേലേക്ക് നമ്മൾ മേക്കപ്പ് കൂടെ ഇട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ പരുപരുത്ത് അതിൻ്റെ മേലേക്ക് മേക്കപ്പ് കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി കേക്കി ഫ്ലേക്കി ഒരു രസം ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഫ്ലോലെസ് ബേസ് ഉണ്ടാവില്ല. അതേസമയം നല്ല സ്മൂത്ത് ടെക്സ്ചറിലുള്ള സ്കിന്നാണ്. പക്ഷേ അവിടെ ഇവിടെ കുത്തുംപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്തായാലും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ബേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല ഫ്ലോലെസ് ബേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് സ്കിൻ പ്രിപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട്. രണ്ട്, നമുക്ക് നല്ല ഫ്ലോലെസ് ആൻഡ് നാച്ചുറൽ ബേസ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മുടെ സ്കിൻ കെയർ ആയാലും നമ്മുടെ മേക്കപ്പിൻ്റെ പ്രിപ്പറേഷൻ ആയാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ എൻ്റെ ഒരു മുഖം നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അതായത് മേക്കപ്പ് രാവിലെ ഞാൻ സ്കിൻ കെയർ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊരു ബേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആ ബേസ് തന്നെയാണ് എൻ്റെ ഫേസിൽ കിടക്കുന്നത്. ആ ബേസ് തന്നെ വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഐബ്രോസിൽ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിപ്പിൽ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മാറ്റി കളഞ്ഞിട്ടോ ക്ലിയർ ചെയ്തിട്ടോ ഇല്ല. എൻ്റെ മുഖം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പോയ പോലെ ക്ഷീണിച്ചിരിക്കുകയാണ് എൻ്റെ മുഖം. ഇനി വേണം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്കത് തന്നെ ഇങ്ങനെ പ്രെപ്പ് ചെയ്ത് ആ ഒരു ഫിനിഷിങ് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വാളിറ്റി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്ങിൽ നമ്മൾ ഫേസിലുള്ള ഇംപ്യൂരിറ്റീസും ഡേർട്ടും അഴുക്കും എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഈ ഡേർട്ടിൻ്റെ പുറത്തൂടെ തന്നെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു രാവ്യൽ വരുവാവും. നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് തന്നെ ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ 3 ഓപ്ഷൻസ് പറഞ്ഞു തരാം. ഒന്ന് വന്നിട്ട് മിസെല്ല വാട്ടർ. മിസെല്ല വാട്ടർ 2 ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. ഓയിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള മിസെല്ല വാട്ടറും ഉണ്ട്, അതായത് പ്ലെയിൻ ആയിട്ടുള്ള മിസെല്ല വാട്ടറും ഉണ്ട്, ഇതുപോലത്തെ. അപ്പോൾ നമുക്ക് വേണ്ടത് മിസെല്ല വാട്ടർ, ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള മിസെല്ല വാട്ടറാണ് വേണ്ടത്. ഓയിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളത് വേണ്ട. അപ്പോൾ അതിൽ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തുടയ്ക്കാം. അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മേക്കപ്പ് വൈപ്പ് യൂസ് ചെയ്യാം. വെറ്റ് വൈപ്പ്, മേക്കപ്പ് വൈപ്സ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. ലൈക്ക് നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ വൈപ്പ് വെച്ച് എടുക്കുമ്പോൾ തന്നെ ഒരു 30 വൈപ്സിനൊക്കെ തന്നെ 250 ആ ഒരു റേഞ്ച് ഒക്കെ വരും. അപ്പോൾ അത് അത്ര കൺവീനിയൻ്റ് അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലെൻസിങ്. നമ്മുടെ കയ്യിലുള്ള ഫേസ് വാഷ്, ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസും നെക്കും ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. എനിക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് ഇഷ്ടം. നമ്മൾ വീട്ടിൽ നിന്ന് ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ക്ലെൻസിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. ഇപ്പം ക്ലയൻറ്റിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ, അതായത് മിസെല്ല വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് വൈപ്പോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ കഴുകുക എന്നുള്ളതാണ്. കൈ നന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം അതുപോലെ തന്നെ ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മളൊരു 60 സെക്കൻഡ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഡെയിലി നിങ്ങൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ 60 സെക്കൻഡ്, ഓക്കെ, ഒരു ടൈമറൊക്കെ വെച്ചിട്ട് 60 സെക്കൻഡ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ഈ ഒരു ഫോമിങ് ഫേസ് വാഷാണ്. ഇതിലിങ്ങനെ ബ്രഷൊക്കെ വരുന്നതാണ്, അത് ഊരിപ്പോയി. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് ഫേസ് വാഷ് എടുത്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. കഴുത്തിൽ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാര്യം ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. അപ്പോൾ ഈ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ശരിക്കും ഈ ഹാർഷ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ ഒരിക്കലും മേക്കപ്പിന് മുന്നേ ചെയ്യാനായിട്ട് പറയില്ല. നമുക്ക് നല്ല ജെന്റിൽ
സ്ക്രബ്സ് എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഈ വിഷ്ഫുളിൻ്റെ ഈ ഒരു എൻസൈം സ്ക്രബ് അത്യാവശ്യം നല്ലൊരു സ്ക്രബാണ്. നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് ബേസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡെഡ് സ്കിൻ സെൽസ് മുഖത്തുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷേ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിന്ന് നന്നായിട്ട് തന്നെ കെയർ ചെയ്തിരിക്കുക, എന്നിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ ഒരിക്കലും മേക്കപ്പിന് മുന്നേ ഹാർഷായിട്ടുള്ള സ്ക്രബ്സ് യൂസ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാൻ പറയില്ല. പക്ഷേ അത്യാവശ്യം നിങ്ങൾക്കിപ്പം വലിയ ബിഗ് ഡേ ആണ്, കല്യാണമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ഫുളിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ലിപ്പ് കെയർ ചെയ്യാനായിട്ട് പോവാണ്. ലിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ലിപ് ബാമാണ്. നിങ്ങൾക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇളകി വന്നു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഭംഗി ഉണ്ടാവില്ല. തണുപ്പ് സമയത്ത് എസ്പെഷ്യലി നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ വിൻ്റർ സീസണും കൂടെ ആയതുകൊണ്ട്, തണുപ്പ് കാലം ആയതുകൊണ്ട് നമ്മൾ ചുണ്ടിൽ നന്നായിട്ട് ഇനി ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ലിപ്പ് കെയർ ചെയ്യുക. ലിപ്പ് നന്നായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിലും പറയുന്ന പോലെ CTM പറയില്ലേ, അതിൽ ക്ലെൻസിങ് കഴിഞ്ഞു നമ്മൾ എക്സ്ഫോളിയേഷൻ പറഞ്ഞു. എക്സ്ഫോളിയേഷൻ ഡെഡ് സ്കിൻ സെൽസ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ഫോളിയേഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. അത് ഞാൻ പറയില്ല, മസ്റ്റ് എന്നൊന്നും പറയില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോണറാണ്. ടോണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം മിക്ക ടോണേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. ഈ ആൽക്കഹോൾ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കത്തേ ഉള്ളൂ. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാം. എന്തിനാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇപ്പം ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ ആ ഒരു pH ബാലൻസ് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ പോഴ്സ് ടൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിൻ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളൊരു ടോണർ യൂസ് ചെയ്യുന്നത്. പല തരത്തിലുള്ള ടോണേഴ്സ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ കോമൺ ആയിട്ട് ഒരു ടോണർ പറഞ്ഞു തരാം, റോസ് വാട്ടർ. ഇപ്പം ഇത് വന്നിട്ട് കമ ആയുർവേദയുടെ റോസ് വാട്ടർ ആണ്. ഇതിലൊരു ഭയങ്കര ഒരു തലയ്ക്ക് പിടിക്കുന്ന ഒരു മണമാണോ ഉള്ളത്. ഞാനത് റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. പക്ഷേ കമ ആയുർവേദം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഭയങ്കര നല്ലൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏത് ലോക്കൽ ബ്രാൻഡിന്റെ ടോണേഴ്സ് യൂസ് ചെയ്യാം. മീൻസ് റോസ് വാട്ടർ യൂസ് ചെയ്യരുത്. റോസ് വാട്ടർ അതിനൊരു വല്ലാത്തൊരു മണമുണ്ട്, അത് യൂസ് ചെയ്യരുത്. നല്ലൊരു ബ്രാൻഡിന്റെ റോസ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് അബ്സോർബ് ആവാനായിട്ട് വിടാം. അത് ഇങ്ങനെ ഇരുന്ന് അങ്ങ് അബ്സോർബ് ആയിക്കോളും. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നമ്മൾ എവിടെയെങ്കിലും ധൃതി പിടിച്ചിട്ട് പോകാൻ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ സമയമൊന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഇരുന്ന്, പിന്നെ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു 7 മിനിറ്റ് ഇരുന്ന്, അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് എങ്ങനെ ചെയ്ത് തീർത്തിട്ട് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കും. ഇന്ന് രാവിലെയൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുന്നത്. ഓക്കെ, മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊന്നും വരാതിരിക്കാൻ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞും ഇങ്ങനെ വെയിറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി പോകാനായിട്ട് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണിൻ്റെ അടിവശത്ത് എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതായത് ഐ ക്രീം. ഇതും ഡെയിലി മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊന്നും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ഡേയ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ഇപ്പോൾ ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടൈറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഐ ക്രീം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് അല്ല, ഐ ക്രീം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കാണിക്കുന്ന അൺഡ്രൈ പ്രൈമർ വന്നിട്ട് അല്ലെങ്കിൽ അൺഡ്രൈ ക്രീം വന്നിട്ട് സ്മാഷ് ബോക്സ് എന്നുള്ള അൺഡ്രൈ പ്രൈമറാണ്. ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ലൊരു ക്രീമാണ്. നിങ്ങൾക്കല്ല ഇപ്പം അൺഡ്രൈ ക്രീമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, സ്കിൻ പ്രെപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഭയങ്കര കുറവ് മതി, വളരെ കുറച്ച് പ്രോഡക്റ്റ് മതിയാവും. അത് ഇത്രയും പ്രോഡക്റ്റ് മതിയാവും 2 കണ്ണിലും കൂടെ. അപ്പോൾ ഇതും അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫേസ് ഓയിൽസ് ആണ്. ഈ ഫേസ് ഓയിൽ എന്ന് പറയുന്നതും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫേസ് ഓയിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഉദ്ദേശം ഒരു ഗ്ലോയി ഡൂയി ഫിനിഷ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫേസ് ഓയിൽസ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മേക്കപ്പ് എങ്ങനത്തെ മേക്കപ്പ് വേണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് ഓരോന്ന് ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അൺഡ്രൈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് ഓയിലാണ്. ഇത് വന്നിട്ട് ഇൻഡൽജിയോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ നിന്നുള്ള 24K ഗോൾഡ് ഫേസ് ഓയിലാണ്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫേസ് ഓയിലാണ്. നമ്മളൊരു സ്കിൻ പ്രെപ്പ് എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ആദ്യം അപ്ലൈ ചെയ്യുക. അതായത് തിൻ ടു തിക്ക്
അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. അതായത് തിക്കിൽ നിന്ന് തിന്നിലേക്ക് അപ്ലൈ ചെയ്യല്, തിൻ പ്രോഡക്റ്റിൽ നിന്ന് തിക്ക് പ്രോഡക്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഓയിലാണെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫേസ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ ആയതുകൊണ്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓയിൽസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓയിൽ എന്തിനാ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന മോയ്സ്ചറിനെ, അതായത് മോയ്സ്ചറൈസർ ഇട്ട് നമ്മൾ ഫേസ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുകയല്ലേ, അപ്പോൾ ആ ഒരു മോയ്സ്ചറിനെ റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട്, അതായത് ഡ്രൈനെസ് ഒന്നും വരാതെ ആ ഒരു മോയ്സ്ചറിനെ അങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഫേസ് ഓയിൽസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി തിൻ ആയതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസറിന് മുന്നേ ഫേസ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു 1 to 2 ഡ്രോപ്പ് ഫേസ് ഓയിൽ. എൻ്റെത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് 1 to 2 ഡ്രോപ്സ് തന്നെ ധാരാളമാണ്. എനിക്ക് അധികം ഹൈഡ്രേഷൻ്റെ ആവശ്യമില്ല. കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിട്ട് ഹൈഡ്രേഷൻ ചെയ്യാം. അതായത് ഓയിൽ, 2 types ഓഫ് മോയ്സ്ചറൈസർ ഇങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു മോയ്സ്ചർ അങ്ങനെ നിലനിർത്താം. എൻ്റെത് ഓയിലി ടു കോമ്പിനേഷൻ ആയതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. ഈ ഒരു പ്രോഡക്റ്റ് ഓയിലി സ്കിന്നുകാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് ഇൻഡൽജിയുടെ ഈ ഒരു പ്രോഡക്റ്റ്. നമ്മുടെ മേക്കപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്നത്, മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇന്ന സ്കിൻ ടൈപ്പുകാർക്ക് വേണം എന്നൊന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഓരോ സ്കിൻ ടൈപ്പിനും ചേരുന്ന പ്രോഡക്റ്റ് ചേരുന്ന ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രൈ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റി അളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഓയിലി സ്കിന്നുകാർ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റി കുറവായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഹൈഡ്രേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓവറായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് തന്നെ അങ്ങ് വിചാരിക്കുമോ ഇതിപ്പോൾ പുറത്തുനിന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടോ, നമ്മളിനി പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവസാനം, അതായത് അതിന് തന്നെ ആ ഒരു റൊട്ടീൻ അങ്ങ് മനസ്സിലാവും. അപ്പം ആ സ്കിന്ന് തന്നെ അങ്ങ് വിചാരിക്കും ഇനിയിപ്പം ഞാൻ പണിയെടുക്കണ്ട, പുറത്തുനിന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ സെബം പ്രൊഡക്ഷൻ അത് കുറയ്ക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഓയിലി സ്കിന്നാണ് ഏറ്റവും നല്ല സ്കിൻ എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ഏജ്ഡ് ആവില്ല. ഓയിലി സ്കിന്നർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് ഏജിങ് പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയിരിക്കും ഓയിലി സ്കിന്നുകാർക്ക്. അതായത് സെബം പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഏജിങ് എന്ന് പറയുന്നത്. ഓയിലി സ്കിന്നുകാർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓയിലി സ്കിന്നുകാർ സന്തോഷിക്കുക. മോയ്സ്ചറൈസറിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷേത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. ഇനി നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ആണ്. അത് മേക്കപ്പ് ഇടുന്ന ദിവസമായാലും ഇല്ലാത്ത ദിവസമായാലും സ്കിൻ പ്രെപ്പിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ. നിങ്ങൾ എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും സൺസ്ക്രീൻ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റൻഡ് ആയിട്ടുള്ള സ്കിൻ വേണം, അല്ലെങ്കിൽ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ വേണം, നിങ്ങൾ വിചാരിക്കില്ലേ എങ്ങനെയാണ് ഇവർ ഇങ്ങനെ മാറിയതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും സൺസ്ക്രീൻ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് സ്കിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷേ സൺസ്ക്രീൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയതാണ്. മാറ്റ് ഫിനിഷാണ് തരുന്നത്. നല്ല പ്രോഡക്റ്റാണ്. 2 finger റൂൾ അല്ലെങ്കിൽ 3 finger റൂൾ വെച്ചിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് SPF ഉള്ള മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഇടാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ സ്കിന്നിന് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റീക്യാപ്പ് പോലെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഹാർഷായിട്ടുള്ള എക്സ്ഫോളിയേഷൻ ചെയ്യാതിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുക. അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫേസ് ഓയിൽ, തിൻ കൺസിസ്റ്റൻസിയിലുള്ളൊരു ഫേസ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ലിപ്പിനും കൂടെ കെയർ കൊടുക്കുക. ലിപ്പിലൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ മേക്കപ്പിന് മുന്നേ ഉള്ള സ്കിൻ
പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഗ്ലോയിങ് ആയിരിക്കുകയാണ് എൻ്റെ ഫേസ്. ഇതിലേക്ക് ഞാനിനി മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. parvathy_makeup എന്ന് പറഞ്ഞ പേജിൽ വന്നിട്ട് മെസ്സേജ് അയക്കുക. ഫ്രണ്ട്സ് ആയിരിക്കാം, നമുക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.